സ്വാഗതം. നമസ്കാരം. വാസ്തുശാസ്ത്ര സംബന്ധമായിട്ട് നമ്മൾ നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ള പല വിഷയങ്ങളിലും ജനങ്ങൾ ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള മറുപടി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവതരിപ്പിച്ചത്. അതിൽ ഒരു സംശയത്തിനുള്ളൊരു മറുപടി മാത്രം ആണ് അന്ന് ചെയ്തത്. ഇപ്പോഴും സംശയങ്ങൾ, ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ധാരാളം ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. വാസ്തുശാസ്ത്രത്തിൽ കൈക്കണക്കിൻ്റെ ആവശ്യമുണ്ടോ? അതിനത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? ഈ ശാസ്ത്രത്തിൽ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ കണക്ക് കൃത്യമായിട്ട് നോക്കുവൽ കണക്ക് അനുസരിച്ച് കൃത്യമായിട്ട് നോക്കുന്നത്. ബാക്കി എവിടെയും, അതായത് ഇപ്പോൾ ഭാരതത്തിൽ വളർന്നു വന്നുള്ള ഒരു ശാസ്ത്രശാഖ എന്നുള്ള നിലയ്ക്ക് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ ഈ കൈക്കണക്ക് നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമാണോ? ഇതാണ് ഒരാൾ ഉന്നയിച്ചിട്ടുള്ളൊരു പ്രധാന ചോദ്യം എന്ന് വേറെ ചിലർ പറഞ്ഞു എന്നുള്ളതിലാണ് അദ്ദേഹം ഇത്തരം ചോദ്യം ഉന്നയിച്ചുള്ളത്. മാത്രമല്ല, ഈ ചോദ്യത്തോടനുബന്ധമായി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതിതാണ്, തമിഴ്നാട്ടിൽ ഒരു കണക്ക് രീതിയുണ്ടത്രേ, മന്നാടി ശാസ്ത്രം എന്നാണ് അതിന് പറയുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു രീതിയിൽ ചെയ്യുന്നു, കേരളത്തിൽ മറ്റൊരു രീതി, ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ വേറെ എന്തെങ്കിലും രീതികളായിരിക്കാം. അപ്പോൾ ഈ ചോദ്യത്തിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, വാസ്തുശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ കൈക്കണക്ക് എന്ന് പറയുന്നത്. ഈ കണക്കാണ് അതിൻ്റെ വാസ്തുശാസ്ത്രത്തിൻ്റെ ജീവൻ അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്നത്. ശാസ്ത്രത്തിൽ ഈ കണക്കില്ലെങ്കിൽ പിന്നെ മറ്റെന്തൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. നമുക്കറിയാം, വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാലാവസ്ഥയും പ്രകൃതിയും ഭൂമിയുടെ കിടപ്പും ഉയർച്ച താഴ്ചകളും അങ്ങനെ എല്ലാം ബന്ധപ്പെട്ട് പാരിസ്ഥിതികമായുള്ള എല്ലാ വിഷയങ്ങളും ഇതിൽ കടന്നു വരുന്നുണ്ട്. ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ കൃത്യമായുള്ള വെന്റിലേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പക്ഷെ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കണക്ക് തന്നെയാണ്. കണക്കില്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. കേരളത്തിൽ മാത്രമേ അതിന് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടായിരിക്കണമല്ലോ. നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ ഈ വാസ്തുശാസ്ത്ര സംബന്ധമായുള്ള വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ ഈ കണക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പല സംസ്ഥാനങ്ങളിലും പോയിട്ടുള്ള ആൾ തന്നെയാണ്. അവിടേക്ക് പല സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴും ഈ കണക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല നിർമ്മിതികളും കാണാൻ സാധിച്ചിട്ടുണ്ട്. ചിലയിടത്ത് അത് ഒന്നും കാര്യമായിട്ട് നോക്കിയിട്ടുമില്ല. അത് അങ്ങനത്തെ ബിൽഡിങ്ങുകളുണ്ട്. അതിപ്പോൾ ഏതെങ്കിലും എൻജിനീയർമാരോ മറ്റോ മാത്രം ചെയ്ത ആയിരിക്കാം. വാസ്തുശാസ്ത്രജ്ഞന്മാരവിടെ ചിലപ്പോൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയായിരിക്കാം. പിന്നെ ഇതിലൊരു കാര്യം പറഞ്ഞത്, മന്നാടി ശാസ്ത്രം തമിഴ്നാട്ടിൽ. ഒന്നാമത് മന്നാടി ശാസ്ത്രമല്ല, അതിൻ്റെ പേര് മനയടി ശാസ്ത്രം എന്നാണ് പൊതുവെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. മനയടി ശാസ്ത്രം, അതായത് മനക്കണക്കിലൂടെ അടിക്കണക്കാണ്. അടിയാണ് അവിടെ ഒരു കണക്കിന് ഉപോത്ബലകമായിട്ട്. അതായത് 10 അടി വീതി അല്ലെങ്കിൽ 12 അടി വീതി തുടങ്ങിയുള്ള അങ്ങനെ ചില പ്രത്യേക നിബന്ധനകൾ. ഇങ്ങനെയുള്ള ഇത്രയും അടി വീതി, ഇത്രയും അടി നീളം ഇത് വന്നാൽ അത് ഉത്തമമായിട്ടുള്ളത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സിദ്ധാന്തം. അതെങ്ങനെയാണ് രൂപപ്പെട്ടു വന്നതെന്ന് നമുക്കറിയില്ല. ഇങ്ങനൊരു രീതി അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ മറ്റ് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ
നമുക്ക് ഇങ്ങനെ ഒരു മലയടി ശാസ്ത്രം കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ വാസ്തുശാസ്ത്ര സംബന്ധമായുള്ള കാര്യങ്ങളിൽ അവിടുത്തെ ചില ആചാര്യന്മാരുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിലും നമുക്ക് ഈ കണക്കിൻ്റെ വിഷയം അവരും കൈകാര്യം ചെയ്യുന്നതായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് ചെയ്യാത്തവരുണ്ടാകാം, ചെയ്യുന്നവരുണ്ടാവാം, അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ എന്തായാലും എനിക്കിത് പറയാനുള്ളത് കണക്കിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ജീവൻ അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്നത് കണക്ക് തന്നെയാണ്. കണക്കിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പലവട്ടം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് അതുപോലെ ഒരു വീടാണെങ്കിൽ അതിൻ്റെ നീളവും വീതിയും 4 വശവും കൂട്ടിച്ചേർത്ത് എടുക്കുമ്പോഴാണ് അതിൻ്റെ ചുറ്റളവ് വരുന്നത്. ആ ചുറ്റളവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിൻ്റെ കണക്ക് രൂപപ്പെടുത്തേണ്ടത്. അപ്പോൾ ആ ചുറ്റളവിലാണ് നമുക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു 1100 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56-8 അല്ലെങ്കിൽ 57 കോൽ ചുറ്റ് അല്ലെങ്കിൽ 57-16 തുടങ്ങിയുള്ള ചുറ്റളവുകൾ. ഇപ്പോൾ ഏറ്റവും ചെറിയൊരു നിർമ്മിതിയാണെങ്കിൽ ഇപ്പോൾ 3 കോൽ ചുറ്റ്, 3 കോലിൽ നിന്നാണ് അങ്ങോട്ട് ആരംഭിക്കുന്നത്. 3 കോല്, 3-16 അല്ലെങ്കിൽ 4-8 ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ക്രമത്തിൽ അത് വർദ്ധിച്ച് പോകും. ഇങ്ങനെയുള്ള കണക്കുകളിൽ നമുക്ക് ഓരോ ദർശനമനുസരിച്ച് ഇപ്പോൾ നമുക്ക് കിഴക്കോട്ട് ദർശനമായുള്ളൊരു വീടാണ് അല്ലെങ്കിൽ പടിഞ്ഞാട്ട് ദർശനമായുള്ള വീടാണ്. അപ്പോൾ കിഴക്കോട്ട് ദർശനമായുള്ള വീടിന് നമ്മൾ പറയുക പടിഞ്ഞാറ്റിപ്പുര എന്നാണ്. പടിഞ്ഞാട്ട് ദർശനമായുള്ള വീടാണെങ്കിൽ അത് കിഴക്കിനിയാണ്. അപ്പോൾ ഇങ്ങനെ കിഴക്കിനിയാണെങ്കിൽ അതിന് ഇന്ന കണക്ക് വേണമെന്നൊക്കെയുണ്ട്. അപ്പോൾ കിഴക്കിനിക്ക് ഏത് കണക്കാണ് വേണ്ടത്? അതിൽ ധ്വജയോനി എന്ന് പറയും, അല്ലെങ്കിൽ ഏകയോനി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കണക്ക് വെച്ചാൽ കിഴക്കിനിപ്പുര പടിഞ്ഞാട്ട് ദർശനമായിട്ടുള്ള ഒരു വീടാണെങ്കിൽ അതിന് ഇന്ന കണക്ക് തന്നെ ആയാലാണ് അതിൻ്റെ പൂർണ്ണമായിട്ട് അതിൻ്റെ പ്രാണൻ ജീവൻ നിലനിൽക്കുക. അതുപോലെ ഇപ്പോൾ പടിഞ്ഞാട്ട് ദർശനമായുള്ളതാണെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഋഷഭയോനി അല്ലെങ്കിൽ പഞ്ചയോനി എന്നൊക്കെ പറയും. അതുകൂടാതെ ഇപ്പോൾ ഋഷഭയോനി കൂടാതെ മറ്റേത് യോനിയും കിഴക്കോട്ട് ദർശനങ്ങളായുള്ള വീടിന് സ്വീകരിക്കാമെന്നുണ്ട്. ഇനി തെക്കോട്ട് ദർശനമായുള്ള വീടാണെങ്കിൽ അതിന് സിംഹയോനി അല്ലെങ്കിൽ ഗജയോനിയാണ് ഏറ്റവും പ്രധാനം. സിംഹയോനിയും സ്വീകരിക്കാം, അല്ലെങ്കിൽ ധ്വജയോനിയും സ്വീകരിക്കാം. ഇനി വടക്കോട്ട് ദർശനമായുള്ളതിനാണെങ്കിലാണ് സിംഹയോനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവിടെ സിംഹയോനി കൂടാതെ ധ്വജയോനിയും സ്വീകരിക്കാം. അപ്പം ഇങ്ങനെ ഈ യോനി എന്ന് പറയുന്നത് അതിൻ്റെ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ യോനി മാത്രമല്ല, അതിനോടനുബന്ധമായിട്ട് ആയം, വ്യയം, നക്ഷത്രം, തിഥി, വയസ്സ്, പിന്നെ കരണം തുടങ്ങിയുള്ള പല ഘടകങ്ങളും കൂട്ടി യോജിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായിട്ട് അത് ഉത്തമമായുള്ള കണക്കാണോ അല്ലെങ്കിൽ മധ്യമാണോ അധമാണോ എന്നൊക്കെയുള്ളത് തീരുമാനിക്കേണ്ടത്. ഈ വ്യയം, ആയം എന്നൊക്കെ പറഞ്ഞാൽ വ്യയം എന്ന് പറഞ്ഞാൽ ചിലവാണ്, ആയം എന്ന് പറഞ്ഞാൽ വരവാണ്. ഇപ്പോൾ 3 വരവും 4 ചിലവും ആയിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു ഉത്തമമായുള്ള കണക്കായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ വ്യയാധിക്യം ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ ആയത്തിന് പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ ഈ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, ഇങ്ങനെ മരണാവസ്ഥയിൽ വരുന്നതായുള്ള കണക്കുകൾ നമുക്ക് സ്വീകരിക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ നല്ല നക്ഷത്രം, ഇതൊക്കെ നോക്കിയിട്ട് വേണം അത് അവസാനം അത് മധ്യമാണോ ഉത്തമമാണോ, അതുപോലെ നല്ല തിഥി, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും കണക്കാക്കുമ്പോഴാണ് ഒരു കണക്ക് എന്ന് പറയണത്. അല്ലാണ്ട് വെറുതെ ഒരു കണക്കല്ല. നീളം വീതി അങ്ങോട്ട് ഇത് വെച്ചിട്ട് ഒരു 10 അടി നീളം 12 അടി വീതി ഇത് വെച്ച് കഴിഞ്ഞാൽ അത് വാസ്തുശാസ്ത്രത്തിലത്തെ കണക്കാവില്ല. അതിന് കോൽ പ്രമാണമനുസരിച്ചാണ് ഈ കണക്കുകൾ രൂപപ്പെടുത്തി വന്നിട്ടുള്ളത്. അത് കോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മളത് അളക്കുന്നത് 72 സെൻറ്റിമീറ്റർ ഒരു കോല് എന്നുള്ള ആ ഒരു ഇതിലാണ്. നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് 24 അങ്കുലമാണ് അല്ലെങ്കിൽ 24 വിരലാണ് ഒരു കോല്. അപ്പോൾ അതിൽ 3 സെൻറ്റിമീറ്റർ വരും ഒരു അങ്കുലത്തിന്. അപ്പോൾ 3 × 24 അപ്പോൾ 72 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ 72 സെൻറ്റിമീറ്ററുള്ള കോല്, അതിലും ചെറിയ വ്യത്യാസ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവാം. കാരണം ഈ കോലൊക്കെ രൂപപ്പെട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ സെൻറ്റിമീറ്ററും അങ്ങനെയുള്ള കണക്കുകളൊന്നുമില്ല. പക്ഷേ ഏകദേശം ഇന്നിപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതായുള്ള പല ബിൽഡിങ്ങുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകദേശം ഈ സെൻറ്റിമീറ്ററിനോട് യോജിച്ച് വരാവുന്ന രീതിയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
ഞാൻ മാത്രമല്ല, അത് പല പൂർവികരായിട്ടുള്ള നമ്മുടെ ആചാര്യന്മാരും പരിശോധിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ. ഇപ്പം അടുത്ത കാലത്താണ്, അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല, ഒരു 10-25 വർഷങ്ങളായിട്ടുള്ളൂ നമ്മൾ ഈ സെൻറ്റിമീറ്ററിലേക്കൊക്കെ അത് കൺവെർട്ട് ചെയ്ത് വന്നിട്ട്. അപ്പോൾ സെൻറ്റിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അളക്കാൻ സാധിക്കുന്നൊരു അവസ്ഥ ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അതിപ്പോൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരം ആയാലും അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഇതേ രീതി തന്നെ അവലംബിച്ച് പോരുന്നുണ്ട്. പക്ഷെ അതിൽ തന്നെ ചില ആചാര്യന്മാർ അത് അംഗീകരിക്കാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. കാരണം ഈ സെൻറ്റിമീറ്ററിൻ്റെ ഈ രീതിയൊന്നും അംഗീകരിക്കാത്തവർ ചിലരൊക്കെ ഉണ്ട്. പക്ഷെ സാമാന്യമായിട്ട് ഭൂരിപക്ഷം പേരും ഇത് അംഗീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. യോനി പ്രാണായേവധാമ്നാം എന്ന് പറയും. അതായത് ഈ യോനിയാണ് ഇതിൻ്റെ പ്രാണൻ അല്ലെങ്കിൽ ജീവൻ എന്ന് പറയണത്. ധാമ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ഗൃഹങ്ങളുടെ ഏത് കെട്ടിടമായാലും, അത് ഗൃഹമായിക്കോട്ടെ, ക്ഷേത്രമായിക്കോട്ടെ, തൊഴുത്തായിക്കോട്ടെ, കിണറായിക്കോട്ടെ, മറ്റേത് നിർമ്മിതിയായാലും ഇതിൻ്റെയൊക്കെ പ്രാണൻ നിലനിൽക്കുന്നത് ഈ യോനിയിലാണ്, കണക്കിലാണ്. അപ്പോൾ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കല്ലും മണലും സിമൻറ്റും കമ്പിയും ഇതൊക്കെ കൂട്ടിച്ചേർത്തുള്ള ഒരു ജഡമായുള്ളൊരു വസ്തുവായിട്ടല്ല വാസ്തുശാസ്ത്രം കാണുന്നത്. കൃത്യമായിട്ട് പ്രാണൻ നിലനിൽക്കുന്നതായിട്ടുള്ള ജൈവവത്തായിട്ടുള്ള ഒന്നായിട്ടാണ് വാസ്തുശാസ്ത്രം ഒരു നിർമ്മിതിയെ, അത് നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ഗൃഹമായിക്കോട്ടെ, ക്ഷേത്രമായിക്കോട്ടെ, മറ്റേത് കെട്ടിടമായിക്കോട്ടെ, അതിപ്പോൾ വ്യവസായ സ്ഥാപനമായാലും ശരി, അല്ലെങ്കിൽ വിദ്യാലയമായാലും ഏത് ഇതിലായാലും അതിനൊക്കെ ഈ കണക്കനുസരിച്ച് കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന് ശരിക്കും പ്രാണൻ നിലനിൽക്കുന്ന ഒന്നായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു എന്നാണ് വാസ്തുശാസ്ത്രം കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ പ്രാണൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും. അപ്പോൾ ഈ വീടിൻ്റെ പുറത്തെ ചുറ്റളവ്, അതുപോലെ ഉള്ളിലത്തെ ഓരോ മുറികൾക്കും ഇതേപോലെ തന്നെ ചുറ്റളവ് കണക്കാക്കണം. അതിൻ്റെ നീളവും വീതി അത് 4 വശം കൂടി കൂട്ടുമ്പോൾ ഒരു ചുറ്റളവിലേക്ക് വരണം. ഇപ്പോൾ നമ്മൾ ഉദാഹരണം നേരത്തെ പറഞ്ഞു, ഇപ്പോൾ 56 മറ്റേ അത് പുറത്തെ ചുറ്റളവാണ്. ഉള്ളിലെ ചുറ്റളവിലേക്ക് വരുമ്പോൾ നമുക്കൊരു 10 അടി നീളം അല്ലെങ്കിൽ ഒരു 12 അടി വീതി എന്നൊക്കെ വെച്ചിട്ടുള്ള അത് എൻജിനീയർമാരൊക്കെ ഉണ്ടാക്കുന്ന കണക്കുകൾ. പക്ഷേ നമുക്ക് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ കണക്കനുസരിച്ച് അത് പറ്റില്ല. അവിടെയാണ് ഇപ്പോൾ നമുക്ക് 10 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മുടെ കോൽ കണക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 4 കോല് 4 അങ്കുലം എങ്ങനെയൊക്കെ വരും. അപ്പോൾ ഏകദേശം നമുക്ക് 4 കോല് 2 വിരൽ, പിന്നെ ഒരു 6 കോല് 2 വിരൽ, ഇതൊക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 അടി നീളവും വീതിയും ഒരു 14 അടി നീളമൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു ഉത്തമമായുള്ള വാസ്തു അനുസരിച്ചുള്ള ഒരു കണക്കിലേക്ക് വരുള്ളൂ. 10, 12 ഒന്നും നമ്മുടെ വാസ്തുവിലേക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ മരണച്ചുറ്റ് എന്നൊക്കെ പറയുന്ന മരണാവസ്ഥയിൽ വരുന്ന ചുറ്റളവിൽ പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് സ്വീകരിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കണക്കുകളൊക്കെ വളരെ കൃത്യമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് ഓരോ മുറികളുടെയും ഉള്ളിലെ അളവുകളും അതുപോലെ പുറത്തെ പ്രധാന ചുറ്റളവും ഇതെല്ലാം യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ശരിക്ക് ജീവൻ അല്ലെങ്കിൽ പ്രാണൻ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു വീടായിട്ടത് മാറുകയുള്ളൂ. വീടല്ല, മറ്റേത് കെട്ടിടമായാലും. അപ്പോൾ അതുകൊണ്ട് കണക്കിന് വലിയൊരു പ്രാധാന്യം നമ്മുടെ വാസ്തുശാസ്ത്രം കൽപ്പിക്കുന്നുണ്ട്. അത് കേരളത്തിൽ നിന്നല്ല, മറ്റ് പല സ്റ്റേറ്റുകളിലും ഇതുപോലുള്ള കണക്കുകളോട് കൂടി തന്നെയാണ് വാസ്തുശാസ്ത്രം ഇന്നും നിലനിൽക്കുന്നത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഉന്നയിച്ച ചോദ്യത്തിന് ഏകദേശം ഒരു ഉത്തരം കിട്ടിക്കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും വരാനുണ്ട്. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കൂടി ഞങ്ങൾ ഇതിൽ വെക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ച് സംശയം തീർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.